ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, എൻ നൻപറുകളെ, മേരെ സാത്തിയോ. Today also I'm going to give you some simple tips to speak in English, Hindi, Malayalam, Tamil. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളെ വളരെ സഹായിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. വളരെ എളുപ്പമായി ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ പല ക്ലാസ്സുകളിലും. വളരെ എളുപ്പമായി, വളരെ വശ്യമായി നിങ്ങൾക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ് ആൻഡ് നേപ്പാളി എക്സെട്ര ഇങ്ങനെ കുറേ ഭാഷകൾ സ്വായത്തമാക്കാം. വളരെ വശ്യമായി സംസാരിക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കണം, എങ്കിൽ മാത്രം. എൻ്റെ പഴയ ക്ലാസ്സുകളിലൊക്കെ ബേസിക് ഗ്രാമറുകളൊക്കെ കുറേ ഞാൻ എടുത്തു തന്നിരുന്നു. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് വെൻ വിൽ യു കം, അല്ലേ? നിങ്ങൾ എപ്പോൾ വരും എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഫ്യൂച്ചർ ടെൻസ്, ഇറ്റ് ഷോസ് ഫ്യൂച്ചർ. നിങ്ങൾ എപ്പോൾ വരും. അപ്പ് കബ് ആയേഗ, ആപ്പ് ഓർ തും ഓർ തൂ, നീ, നിങ്ങൾ എന്നുള്ളത് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഡിഫറൻസ്. അങ്ങനെ ചോദിക്കുക. നീങ്ക എപ്പോ വറത് എന്ന് പറയാം, അല്ലേ? വറത്. ദെൻ സുഖമായി ഉറങ്ങൂ നമ്മൾ പറയും, അല്ലേ? സ്ലീപ്പ് സൗണ്ട്ലി എന്ന് പറയാം, അല്ലെങ്കിലോ സ്ലീപ്പ് വെൽ, അല്ലേ? ആരാംസെ സോച്ചി, അല്ലേ? നല്ല തൂங்குറുങ്ങോ, തമിഴ് മേ നല്ല തൂங்குറുങ്ങോ, അല്ലേ? തൂങ്കാതെ തമ്പി തൂങ്കാതെ ഒരു പാട്ടുണ്ട് കമലഹാസൻ്റെ ഒരു ഫിലിമിലാണ്. ദെൻ പറയാം ഇപ്പോൾ പോകൂ നമ്മൾ പറയും, അല്ലേ? ഗോ നൗ, ഇപ്പോൾ പോകൂ, അല്ലേ? അത് പലതരത്തിൽ പറയാം, നമ്മളുടെ ആ ടോൺ അനുസരിച്ചിരിക്കും. ചൂടായി പറയണ പോലെ ഉണ്ടാവും. ഗോ നൗ പറയാം, ഗോ നൗ. ഒന്ന് നമ്മളെ പിച്ച് കമ്മിയാക്കുമ്പോൾ വരുന്ന വ്യത്യാസം. അപ്പോൾ എന്ത് പറയാം? അബ് ജാവോ, അല്ലേ? ജായിയേ, അല്ലേ? ഇപ്പോൾ പോങ്കോ, തമിഴ് മേ. അപ്പോൾ ഇങ്ങനെ നമുക്കത് പറയാം. അതുപോലെ ഇൻ വിച്ച് സ്റ്റാൻഡേർഡ് ആർ യു സ്റ്റഡിങ്, അല്ലേ? നീ ഏത് ക്ലാസ്സിലാണ്, ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. എന്ത് പറയാം നമുക്ക്? തൂ കിത്തന കക്ഷാമേ പഠിത്തി ഹേ ഓർ പഠിത്താ ഹേ, അല്ലേ? പഠിത്തി, അത് ആണും പെണ്ണും അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും, അല്ലേ? നീങ്ക എന്ന ക്ലാസ്സിൽ പഠിക്കരുത് എന്ന് ചോദിക്കും. നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ പഠിക്കുക എന്നുള്ളതിന് സ്റ്റഡിങ് അറിയാം, അല്ലേ? പഠിക്കുക എന്ന് പറഞ്ഞാൽ വായിക്കുക എന്നുള്ള അർത്ഥം വരുന്നുണ്ട് തമിഴിൽ, കേട്ടോ. റീഡിങ്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുറച്ചായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് അത് പിടിച്ചെടുക്കാൻ കഴിയൂ. സോ സിമ്പിൾ, വെരി വെരി സിമ്പിൾ. ഇഫ് മൈക്ക് സ്ലോ ദൻ സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? മെല്ലെ തിന്ന മുള്ളും തിന്നാന്നൊക്കെ പറയും മലയാളത്തിൽ. അപ്പോൾ നമുക്ക് മെല്ലെ പോകാം. ഈ ഭാഷകൾ പെട്ടെന്ന് തന്നെ സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കും. മനസ്സിലായി? അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. ഇൻ മൈ യൂട്യൂബ് ലിങ്ക് സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് പ്രകാശ് ടി കെ മേനോൻ, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഇൻ ഫേസ്ബുക്ക് മൈ ലിങ്ക് സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് 108 X08, following and share. In Instagram my link Prakash TK7, following and share. Okay then, good night, Shubharatri.